തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കളത്തിലിറങ്ങിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ കോട്ടപ്പുറത്ത് മത്സരിക്കുന്ന ഗിരീഷ് കുമാർ വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറി കൂടിയാണ് ഗിരീഷ് കുമാർ. ഈ പൂരം സംഘടിപ്പിക്കുക തന്നെ വലിയൊരു പണിയാണ്. ഒരു ഡിവിഷൻ കൂടി നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത്, എളുപ്പപ്പണിയാണോ? അല്ല, നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ മുൻ ഇൻകം ടാക്സ് കമ്മീഷണർ വിജയകുമാർ സാറിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ വോട്ട് ചോദിച്ച് വന്നിരിക്കുന്നത്. അദ്ദേഹം എന്നെ അനുഗ്രഹിച്ച് എല്ലാവിധ ആശംസകളും നേർന്നു കഴിഞ്ഞു. പൂരം വേറൊരു തരത്തിലാണ്. പൂരം നമുക്ക് അത് ജനങ്ങളുടെ ഒരു കൂട്ടായ്മയോട് അതേപോലെ തന്നെയാണ്. ഇത് ഇലക്ഷൻ ഞാൻ എടുക്കുന്നത് ഒരു ആഘോഷപൂർവ്വമായിട്ടുള്ള ഒരു സന്തോഷമായിട്ടുള്ള ഒരു ഇവൻ്റായിട്ട് നമ്മൾ കൊണ്ടു നടക്കാനാണ്. എല്ലാ ആൾക്കാരെയും കണ്ട് നമ്മളെല്ലാ വീടുകളിലും ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. അവരെന്നെ കുറിച്ചുള്ള എന്നെ കുറിച്ചുള്ള മതിപ്പ് തിരക്കും കൂടി കൊണ്ടുപോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും രണ്ട് തിരക്കും. തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ അതിൻ്റെതായ ഒരു ചട്ടക്കൂടുകളുണ്ട്, അതിൻ്റെ ഓഫീസുകളുണ്ട്, അതിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഇലക്ഷൻ്റെ ഇപ്പോൾ ഈ ഒരു മാസക്കാലാണ് ഈ ഹൗസ് ടു ഹൗസ് കയറലുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലിഷർ ടൈം ധാരാളം ഉണ്ടാവും. എന്നാലും രണ്ടും കൂടി കൊണ്ടു നടക്കാനുള്ള ഒരു ആർജവം ഇതിൽ കൂടുതൽ കുറേ സംഘടനകളിൽ ഇതിനു മുന്നേയും ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഇരുന്നിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിന് പൂരം കലക്കൽ ഒരു വലിയ വിഷയമാവുമോ? എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാവുക? ഇതിൽ പൂരം ഇല്ല, ഇതിൽ യാതൊന്നുമില്ല. ഇതിൽ അതാത് പ്രദേശത്തെ ആൾക്കാരുമായിട്ട് സംവദിക്കുകയും ആ ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആരാണോ അവരെ വിജയിപ്പിക്കും. ഇതിൽ രാഷ്ട്രീയം തന്നെയില്ല. എനിക്ക് പറയാം, പൂരം കലക്കൽ വിഷയത്തിൽ യാതൊന്നുമില്ല. ഇതിൽ പൂരം കലക്കലോ അങ്ങനെ യാതൊന്നുമില്ല. ഇത് അതാത് പ്രദേശത്തെ, ഇത് ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്തെ ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ വോട്ട് അഭ്യർത്ഥിക്കലാണ്. അല്ലാണ്ട് ഇതിൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇതിൽ ഉദിക്കണില്ല. ഇതിൽ ഞാൻ ഇവിടുത്തെ മുൻ കൗൺസിലറാണ്. അതുകൊണ്ട് അവരെന്നെ ഇത്തവണയും എന്നെ കൈവിടിയില്ല എന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. വോട്ടർ എന്ന നിലയിൽ എന്തൊക്കെയാണ് താങ്കളുടെ കൺസേൺസ്? എൻ്റെ കൺസേൺ ഒരു നല്ല കൗൺസിലറായിരിക്കണം. ഇപ്പോൾ ഇത്തവണ ഇത് ജനറൽ വാർഡായിട്ട് മാറി. അപ്പോൾ ഗിരീഷിന് മുമ്പൂടെ കൗൺസിലറായിരുന്നു. ഗിരീഷ് ഇവിടെ വളരെ സമ്മതനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ആയിട്ടും നല്ലപോലെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. നിങ്ങൾ ചോദിച്ച പോലെ രണ്ട് ഉത്തരവാദിത്വം ഒരേപോലെ തന്നെ വഹിക്കാൻ സാധിക്കും. ഇപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ അദ്ദേഹം ജയിച്ച് ചിലപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു മേയറാവാൻ പോലും സാധ്യതയുള്ള ആളാണ്. അതെ, അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ, അതെ, വനിതയാണ്. അപ്പോൾ അതിന് പോലും സാധ്യതയുള്ള ആളാണ്. ഒരു വോട്ടർ എന്നുള്ള നിലയിൽ ഗിരീഷുമായിട്ട് അതിൽ ഇതുമില്ല, എനിക്ക് രാഷ്ട്രീയമില്ല. ഗിരീഷ് വ്യക്തി എന്നുള്ള നിലയിൽ വളരെ അധികം സിൻസിയറായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് 10-20 കൊല്ലമായിട്ട് അറിയാം. ഞാൻ ഇൻകം ടാക്സിലെ ചീഫ് കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഇവിടെ ഇപ്പോൾ 10 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ BJPയുടെ കയ്യിലുള്ള വാർഡാണിത്. അത് പിടിച്ചെടുക്കാനുള്ള ദൗത്യത്തിലാണ് താങ്കൾ. 10 വർഷമായിട്ട് ലേഡീസ് സംവരണമാണ്. 10 വർഷമായിട്ട് BJPയുടെ വാർഡാണ്. അതിനു മുന്നെയാണ് ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ അത് ചില കാരണങ്ങളെ കൊണ്ട് BJP 2 തവണ, ഒരു തവണ SC/ST സംവരണം വന്നു, ഒരു തവണ വനിതാ സംവരണം വന്നു. അത് കാൻഡിഡേറ്റ്സിൻ്റെ പോരായ്മകളാണ്. ഇത്തവണ അതൊന്നും ഉണ്ടാവില്ല, അതൊന്നും ബാധിക്കില്ല. ഇത്തവണ ഞാനിവിടുത്തെ എല്ലാ അയ്യപ്പൻ വിളക്കായാലും പൂകുന്നം ശിവക്ഷേത്രത്തിലായാലും അതേപോലെ തന്നെ ഇവിടുത്തെ പുലിക്കളിയുടെ ആയാലും തിരുവമ്പാടി ദേവസ്വം എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ അറിയാത്ത ഇവിടെ ഒരു കുടുംബവും ഇല്ല. എല്ലാവിധ ആശംസകളും. താങ്ക് യു. തൃശ്ശൂരിൽ നിന്ന് മനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് ശോഷറാം, മീഡിയ 1.